ലവ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്. യെസ്, എന്താണ് ഈ ലവ് ആൻഡ് അറ്റാച്ച്മെൻറ്റ്? നമുക്കൊരു ചെറിയൊരു തോട്ട് എക്സ്പെരിമെൻറ്റ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരാളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക. ആ ഒരാൾ അവരുടെ ഏറ്റവും ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. പക്ഷേ ചെറിയൊരു കാര്യം, അവർ നമ്മുടെ കൂടെയല്ല എന്നുള്ളത്. ഇതറിയുന്ന സമയത്ത് നിങ്ങളുടെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരിക്കും? അവർ ഹാപ്പിയാണല്ലോ, അതോട് ഞാനും ഹാപ്പിയാണ് എന്നാണോ? അതോ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ശൂന്യതയും അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെയാണോ നമുക്ക് തോന്നണേ? ആ ഒരു റിയാക്ഷനിൽ ആ ഒരു ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ ഒരു തോട്ടിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട് എന്നുള്ളതാണ്. നമ്മളവരെ സ്നേഹിക്കുകയാണോ അതോ നമുക്ക് വെറും ഒരാവശ്യമാണോ അല്ലെങ്കിൽ ഒരു നീഡ് ഒരു അറ്റാച്ച്മെൻറ്റ് മാത്രമാണോ അത് എന്നുള്ളത്. ഈ ലവും അറ്റാച്ച്മെൻറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ തോന്നുന്ന രണ്ട് കാര്യമാണ്. പക്ഷെ രണ്ടും നഷ്ടപ്പെടുന്ന സമയത്ത് ഒരേപോലെ വേദനിക്കുകയും ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് രണ്ടാണ് എന്നുള്ളതാണ്. ഈ ഒരു ഡിഫറൻസ് തിരിച്ചറിയുന്ന സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് മൊത്തമായിട്ട് മാറാനായിട്ട് നമുക്ക് ഹെൽപ്പാവും എന്നുള്ളതാണ്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് അക്ഷയയിലൂടെ ലക്ഷ്യപ്രകാശാണ്. യെസ്, നമ്മുടെ ഏറ്റവും പുതിയ എപ്പിസോഡ്. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമ്മൾ ടൈറ്റിൽ കണ്ടതുപോലെ ലവ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് എന്നതിനെ കുറിച്ചിട്ടാണ്. എന്താണ് ശരിക്കും ഈ ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്? ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക്കായിട്ടുള്ള വെരി ബേസിക്കായിട്ടുള്ള ഒരു ഹ്യൂമൻ നീഡാണ്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും തോന്നുന്ന, ഹ്യൂമൻ ബീയിങ്സിന് തോന്നുന്ന വേണ്ട ഒരു കാര്യമാണ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ള ഒരാളായിട്ട് വേറൊരാളായിട്ട് ബന്ധം സ്ഥാപിക്കാണ്ട് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് അതിന് അറ്റാച്ച്മെൻറ്റ് ആവശ്യമുണ്ട്. അതൊരു സർവൈവൽ മെക്കാനിസം കൂടിയാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്നേഹത്തിൻ്റെ മുകളിൽ വെറും ആവശ്യമായിട്ട് മാറുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങണേ എന്നുള്ളതാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻ്റ് ആണ് അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ: ഒന്ന്, അവരില്ല അല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറണു എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം നമ്മളുടേതാണ് എന്ന് നമുക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിലാണ് നിൻ്റെ തീരുമാനങ്ങളൊക്കെ നീ എടുക്കണേ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവർ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് മാറാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഇൻകംപ്ലീറ്റ് ആണ് എന്നൊക്കെ വിശ്വസിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് മുന്നേ ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. അവനില്ലാതെ അല്ലെങ്കിൽ അവളില്ലാതെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല, അവരാണ് എൻ്റെ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മുടെ ലൈഫിലേക്ക് ആൾ വരുന്നതിന് മുന്നേ ആയിട്ട്, മറ്റൊരാൾ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മളും ഒരു കംപ്ലീറ്റ് വ്യക്തി ആയിരുന്നില്ലേ എന്നുള്ളത്. ആ വ്യക്തിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. നമ്മൾ വേറൊരാൾ വരുന്നതിന് മുന്നേ സന്തോഷമായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സമാധാനത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ അവരെ പോകുമ്പോൾ അല്ലെങ്കിൽ പോകുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ അവരുള്ള സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഇൻകംപ്ലീറ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഈ ലവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് അറ്റാച്ച്മെൻറ്റ് നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും റിയൽ ലവ് എന്ന് പറയുന്ന സാധനം അതെങ്ങനെയായിരിക്കും? നമ്മൾ അവരെ കാണുന്നത് എങ്ങനെയാണോ അവരെങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മളവരെ കാണുന്നത് എന്നുള്ളതാണ്. അത് അല്ലാതെ നമുക്കവരിങ്ങനെ ആയിരിക്കണം എന്നുകൊണ്ടല്ല, ആ ഒരു രീതിയിലല്ല അവരെ നമ്മൾ കാണുന്നുണ്ടാവുക. അവരെങ്ങനെയാണോ അതേപോലെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തും നമ്മളെ ഗ്രോത്തും ഒരേപോലെ രണ്ടുപേരും മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത് എന്നുള്ളതാണ്. അവരില്ലെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ആണ് എന്നുള്ള ഒരു ഫീല് നമുക്ക് തരണം. ഓക്കെ, അവരെ മിസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അവരുടെ സങ്കടവും കാര്യങ്ങളൊക്കെ വന്നേക്കാം, പക്ഷെ അപ്പോഴും നമ്മൾ തകർന്നു പോകാതെ അവരുടെ സന്തോഷം എപ്പോഴും നമ്മുടെ സന്തോഷത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നല്ല എന്നുള്ളതൊക്കെ പറയുന്ന അത്ര ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അത്ര ഒരു ഫീലിംഗ് ആണ്, ഒരു എക്സ്പീരിയൻസിനെയാണ് സ്നേഹം എന്ന് പറയണത് എന്നുള്ളതാണ്. നമ്മൾ നമ്മളിത് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നിയേക്കാം. നിങ്ങളിപ്പോൾ കണ്ടതത്രയും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിച്ചതത്രയും അപ്പോൾ സ്നേഹമല്ലേ, അതായത് അവരില്ല എന്നുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയി തോന്നുന്നതൊക്കെ സ്നേഹമല്ലേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ടാവും. ഞാൻ പറയട്ടെ, ഇതൊരിക്കലും ഓക്കെ ഇതാണ് എല്ലാം എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക,
നമ്മൾ ജസ്റ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് പലപ്പോഴും നമ്മളിങ്ങനെ ഓക്കെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നതായി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളെ മുന്നിലുള്ള ഒരു ചെറിയൊരു പാടുണ്ടാവും, അത് മാറ്റാനായി കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഇതൊക്കെ പലപ്പോഴും നമ്മളിതൊക്കെ കണ്ടുപിടിക്കണേ. അതേപോലെ ഒരു കണ്ണാടിയായിട്ട് മാത്രം കണ്ടാൽ മതി. ചില തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് ഒരു കണ്ണാടിയായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ആൻഡ് യെസ്, ഞാൻ മേജറായിട്ട് പറയാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് അറ്റാച്ച്മെൻറ്റിനെ സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിക്കണേ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് സ്നേഹമാണെന്ന് തോന്നുന്നത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൻഡ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയാണ്. അറ്റാച്ച്മെൻറ്റ് ഭയങ്കര ഇൻറ്റൻസാണ്. അത് നമുക്ക് ഭയങ്കര സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ തരും. നമ്മുടെ ബ്രെയിനിന് ഈ ഒരു ഇൻറ്റൻസിറ്റീനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര റിയലായിട്ട് തോന്നും എന്നുള്ളതാണ്. സ്നേഹത്തിനേക്കാൾ റിയലായിട്ട് ഈ പറഞ്ഞ ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ ഇൻറ്റൻസിറ്റി അല്ല ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ, ആ ഒരു ലവിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിൻ്റെ ഡെപ്ത് എന്നുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫെമിലിയർ പാറ്റേൺ. നമ്മൾ കുറേ കുട്ടിക്കാലത്തും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണത്, ഒരാളെ ചേസ് ചെയ്യുന്നതും അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിനൊക്കെയാണ് ഭയങ്കരമായിട്ട് സ്നേഹം എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മളെ ബ്രെയിനിനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതാണ് ലവ് എന്നുള്ളത് നമ്മൾ വിചാരിച്ചിരിക്കും എന്നുള്ളതാണ്. അൺലേൺ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് തേർഡ് തിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പേടിനെ നമ്മളെ കെയറിങ് ആയിട്ട് കാണുന്നതാണ് എന്നുള്ളതാണ്. എനിക്കവരെ ഭയങ്കര കാര്യമാണ് നമ്മൾ പറയുന്നുണ്ടാവും, ശരിയായിരിക്കും. പക്ഷേ ചിലപ്പോൾ എനിക്ക് അവരെ നഷ്ടപ്പെടുകയുള്ള പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളത് പറയണേ എന്നുള്ളതാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ്, അവരില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അതിജീവിക്കുമെന്നോ വളരുമെന്നോ സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ നമുക്ക് അത് സങ്കല്പിക്കാനായിട്ട് വല്ലതും പറ്റുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്നേഹമാണ് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ചിന്ത പോലും അസാധ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച്മെൻ്റ് ആണോ എന്നുള്ളത് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാനായിട്ടുള്ളത്. ആൻഡ് എങ്ങനെ ഈ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് സ്നേഹത്തിലേക്ക് മാറാനായിട്ട് പറ്റും? ഒരു കാര്യം ഓർക്കുക, മിക്ക റിലേഷൻഷിപ്പിലും ഈ സ്നേഹവും അറ്റാച്ച്മെൻറ്റും രണ്ട് കാര്യവും ഒരേപോലെ ഉണ്ടാവും എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞതൊക്കെ ഭയങ്കര ഐഡിയൽ റിലേഷൻഷിപ്പിൽ മാത്രം നടക്കുന്ന കാര്യമാണ്, അങ്ങനെയൊന്നുമില്ല. ഓരോ റിലേഷൻഷിപ്പിലും ഈ പറഞ്ഞ പോലെ സ്നേഹവും ഈ പറഞ്ഞ അറ്റാച്ച്മെൻറ്റും ഒരേപോലെ ഉണ്ടാവും എന്നുള്ളതാണ്. ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ബാലൻസ്, ആ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. അറ്റാച്ച്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ ലവ് ആയിക്കഴിഞ്ഞാൽ ഒരേപോലെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാലൻസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് സ്നേഹത്തിലേക്ക് മാറാനായിട്ട് പറ്റുക? ഒന്നാമത്തെ കാര്യം, നിൻ്റെ ആ ഒരു കംപ്ലീറ്റ്നെസ്. ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നീ മാറ്റി വെച്ചിട്ടുള്ള കുറേ ഹോബീസ് ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവും, നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് ഉണ്ടാവും. അതൊക്കെ തിരികെ കൊണ്ടുവരിക. നമ്മളുടെ വേൾഡ് എന്ന് പറയുന്നത് അവരെ ചുറ്റിപ്പറ്റിയിട്ട് മാത്രമാകരുത് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് വൺ, അവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം നൽകാനായിട്ട് വേറൊരു അർത്ഥത്തിൽ എടുക്കരുത്. അവരവരുടെ വളർച്ചയെ ആഘോഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ആദ്യം തോന്നുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തോ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ ഇതങ്ങനെ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അവരവരുടെ എന്താണോ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റട്ടെ, അങ്ങനെയാണ് റിലേഷൻഷിപ്പ് വളരേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഇമോഷണൽ ഡിഫറൻസിയേഷനാണ്. അവർ സങ്കടപ്പെടുമ്പോൾ നിങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ ഹാപ്പി ആകുമ്പോൾ നീയും അങ്ങനെ ആവണം എന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് എന്ന് തിരിച്ചറിയുന്ന സമയത്താണ് അതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് അത് മാറണേ എന്നുള്ളതാണ്. ഇതൊരിക്കലും അവർ സന്തോഷിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കാതിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഒരു അകൽച്ചയല്ല. അവർ സന്തോഷത്തിൽ നമ്മൾ സന്തോഷപ്പെടണം. പക്ഷേ അവർ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ അവർ സങ്കടപ്പെടുന്നത് മാത്രം ആലോചിച്ച് നമ്മളെ സന്തോഷവും നമ്മളെ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ എന്താണോ എന്നുള്ളത് മാറരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനൊരു വഴി ആവരുത് എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത്, ഓരോ ദിവസവും നമ്മൾ ചോദിക്കുക, അവരില്ലെങ്കിൽ നമുക്ക് ഓക്കെ ആണോ, എവിടേക്കാണ് നോ പറയേണ്ടതായിട്ട് തോന്നുന്നത്, എവിടേക്കാണോ നമ്മൾ ഹീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കുക, സ്വയം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഒരു തെറാപ്പി കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് വളർന്ന അല്ലെങ്കിൽ ആ ഒരു ഫെമിലിയർ ആയിട്ടുള്ള കുറേ പാറ്റേൺസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഓക്കെ ഇതാണ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇതാണ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ചിലപ്പോൾ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്നതൊക്കെ ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്.
ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു സ്നേഹം എങ്ങനെയാണ് എന്നുള്ള അറിയാം. രണ്ട് വ്യക്തികൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഉള്ളുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാർ അവർ പരസ്പരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ നീണ്ടിന് വേണ്ടിയിട്ടോ മാത്രമൊന്നുമല്ല, ആഗ്രഹമുള്ളതും ഉണ്ട്. രണ്ടുപേരും വളരുന്നു, രണ്ടുപേരും സ്വതന്ത്രരാണ്, രണ്ടുപേരും ഒരുമിച്ച് വളരാനായിട്ട് തീരുമാനിക്കണോ. അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു കംപ്ലീറ്റിങ് ഈച്ച് അത് എന്ന് പറയുന്ന പരിപാടിയല്ല. പണ്ട് മുതലേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഒരു പെണ്ണ് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആൺപിള്ളേരോട് പറയാറുണ്ട്. അല്ലെങ്കിൽ പെൺപിള്ളേരോട് പറയും ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാകുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ശരിയാവും എന്നുള്ളത്. രണ്ടാൾക്കാർ കംപ്ലീറ്റ് ചെയ്യുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്. രണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ പരസ്പരം തിരഞ്ഞെടുക്കുന്ന സമയത്താണ് ആ പറഞ്ഞ സ്നേഹം അത് വരിക എന്നുള്ളതാണ്. നീ നിൻ്റെ ആ ഒരു പൂർണ്ണതയെ, ആ ഒരു കംപ്ലീറ്റ്നെസ് ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹവും അതേപോലെ സ്നേഹമായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ എല്ലാം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇതിൽ കിട്ടി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.